രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ വായിച്ചവസാനിപ്പിച്ചത് കാലസ്വരൂപനായ ഈശ്വരന്റെ ലീലാവിശേഷങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത്. പകല് മാറി രാത്രിയാകുന്നു, രാത്രി മാറി പകലാകുന്നു. നാളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ മനുഷ്യർ ഓരോന്ന് തീരുമാനിക്കുകയും ഭാവന ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു. ചിത്പുരുഷൻ ഗതി ഏതും അറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നും ഓരായികയാൽ ആമ കുംഭാംബു സമാനമായുസ്സുടൻ പോം അതേതും ധരിക്കുന്നതിൽ ആരുമേ. കാലസ്വരൂപനായ ഭഗവാന്റെ ലീലാവിലാസമാണ് ഈ പ്രപഞ്ചം. അദ്ദേഹത്തിന്റെ ലീല നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടുന്നതല്ല. ഇതൊന്നും ആലോചിക്കാതെ കുടത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുന്നത് പോലെ ആയുസ് കുറഞ്ഞു വരുന്നു. മനുഷ്യൻ കാലയവനികയിൽ മറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇനി എന്തു പറയുന്നു എന്ന് നോക്കാം. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. ഈ ജീവിതത്തിൽ നല്ലൊരു ഭാഗം രോഗപീഡിതനായി കഴിയേണ്ടതായി വരും. കിടപ്പ് രോഗിയായിട്ടായിരിക്കും നല്ലൊരു ഭാഗം. ഒന്നുമില്ലെങ്കിലും വാർദ്ധക്യത്തിലെങ്കിലും അല്പം കിടക്കുകയും ശ്വാസം മുട്ടി ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തല്ലേ പലരും ഇവിടുന്ന് യാത്രയാവുക. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന്, രോഗങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുതുല്യരായ രോഗങ്ങളും വന്ന് ദേഹം നശിപ്പിക്കും. ഈ രോഗങ്ങൾ മനുഷ്യനെ നശിപ്പിക്കും, അവന്റെ ശരീരത്തെ ഇല്ലാതാക്കും, കാർന്നു തിന്നും. ക്യാൻസർ പോലെയുള്ള മാരകമായ വ്യാധികൾ ശരീരത്തെ കാർന്നു തിന്നും. അതികഠിനമായ വേദനയാണ് മിക്കവാറും എല്ലാ രോഗികളും അനുഭവിക്കുന്നത്. അങ്ങനെ ഈ രോഗങ്ങൾ ദേഹത്തെ നശിപ്പിക്കും. ആർക്കും, ആരുടെ ദേഹത്തെയും ഈ രോഗങ്ങൾ നശിപ്പിക്കുക തന്നെ ചെയ്യും. നിർണയം, ഇത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഇതിൽ ഒരു സംശയവുമില്ല. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്ന്, വ്യാഘ്രി എന്ന് പറഞ്ഞാൽ പെൺകടുവ, ജര എന്ന് പറയുന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് പെൺകടുവ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആൺകടുവ എന്ന് പറഞ്ഞേനെ. എന്തായാലും കടുവയെ പോലെയുള്ള ഈ ജര നമ്മുടെ അടുത്ത് വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. തീർച്ചയായിട്ടും ഈ ശരീരത്തെ ജര ബാധിക്കും. എന്തൊക്കെ യോഗാസനം ചെയ്താലും, എന്തൊക്കെ മരുന്നുകൾ സേവിച്ചാലും, ചവനപ്രാശം കുപ്പിക്കണക്കിന് അകത്തേക്ക് തള്ളിവിട്ടാലും ജരാനരകളെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയുകയില്ല. കാരണം ശരീരം നശിക്കാനുള്ളതാണ്. നാശത്തിന്റെ തുടക്കമാണ് ജീർണത. ആ ജീർണത ജരാനരകളുടെ രൂപത്തിലാണ് വരുന്നത്. ആ ജരാനരകളും ആക്രമിക്കും മനുഷ്യ ശരീരത്തെ, രോഗങ്ങളും ആക്രമിക്കും. ഇനിയോ മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിയിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ, മരണം എപ്പോഴോ നമ്മുടെ അടുത്തെത്തുന്ന ഒന്നല്ല. വയസ്സാകുമ്പോഴോ രോഗം വരുമ്പോഴോ ഈ മരണം ദൂരെ എവിടെ നിന്നോ കാറ് പിടിച്ച് പതുക്കെ നമ്മുടെ അടുത്തെത്തുന്നു എന്ന് വിചാരിക്കണ്ട. ഇത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. സകല ജീവികളുടെയും നിഴല് പോലെ മരണം ഒപ്പമുണ്ട്. എല്ലാ ജീവികളുടെ ഒപ്പമുണ്ട്. അത് ഒരിക്കലും നമ്മ വിട്ട് പിരിയുന്നില്ല. മൃത്യുവും കൂടെ ഒരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിയിരിക്കുന്നു. എപ്പോഴാണ് ജീവനെ തന്റെ പിടിയിലാക്കുക എന്ന് തക്കം പാർത്ത് കഴിയുകയാണ് മരണം. അതെവിടെയായിരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ. നമ്മൾ ജനിച്ചപ്പോഴേ നമ്മുടെ ഒപ്പം ജനിച്ചതാണ് ഈ മരണം. ശരീരമുണ്ടാകുമ്പോ തന്നെ ആ ശരീരത്തിന്റെ ഒപ്പം, ഇരട്ട കുഞ്ഞുങ്ങളില് ഒരു കുഞ്ഞിന്റെ കൂടെയാണല്ലോ മറ്റേ കുഞ്ഞ് ജനിക്കുന്നത്. ഇതുപോലെ ദേഹം ഉണ്ടായപ്പോൾ തന്നെ കൂടെ ജനിക്കുന്നു മരണവും. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ ആയുസ് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു. മരണം എങ്ങനെ ഉണ്ടാവണം, ഏത് പ്രകാരത്തിൽ ഉണ്ടാവണം, എപ്പോ വേണം, ഏത് ഉപാധിയിലൂടെ, ആക്സിഡന്റ് ആണോ, ആത്മഹത്യയാണോ,
പാമ്പ് കടിച്ചിട്ടാണോ, ഇടിവെട്ടേറ്റിട്ടാണോ? ഇങ്ങനെ മരണ കാരണം നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഈ മരണം തക്കം പാർത്ത് കഴിയുന്നു ജീവനെ പിടികൂടൽ. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ശരീരത്തെ ഞാനാണെന്ന് കരുതുന്നു. അതാണ് ഈ ജീവന്മാർക്ക് പറ്റിയ അബദ്ധം. ശരീരം ഞാനാണ് എന്ന് വിചാരിച്ച് ദേഹാത്മബുദ്ധിയോടുകൂടി ജീവിക്കുന്നു. മോഹം കലർന്ന്, ഇത് തന്നെയാണ് മോഹം. ഈ അജ്ഞാനം, അവിദ്യ, മോഹം എന്നൊക്കെ പറയുന്നത് ദേഹമല്ലാത്ത ചൈതന്യം തന്നെ ദേഹമാണ് എന്ന് കരുതുന്നതാണ്. ഇങ്ങനെ ഈ മോഹത്തിൽ ആണ്ടുകിടക്കുന്നു ജന്തുക്കൾ. ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുൾപ്പെടെയുള്ള ജീവികൾ. മനുഷ്യർക്ക് എന്താ വിശേഷിച്ച് ജാതി, മതം, വിദ്യാഭ്യാസം, ഇതിലൊക്കെ മുഴുത്ത അഹങ്കാരമുണ്ട്. മൃഗങ്ങൾക്ക് അതില്ല. മൃഗങ്ങൾക്ക് ഞാൻ ഇന്ന ജാതിക്കാരനാണ്, ഇന്ന മതക്കാരനാണ്, എനിക്ക് ഇത്രയും പഠിപ്പുണ്ട്, ഇതൊന്നും അവർ വിചാരിക്കുന്നില്ല. എന്നാലും അവർക്കും ഉണ്ട് ദേഹത്തിൽ അഭിമാനം. ഇവിടെ മനുഷ്യരുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം എന്നാമ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ചക്രവർത്തിയാണ്, ആഢ്യനാണ്, ആഭിജാത്യമുള്ളവനാണ്, ഉയർന്ന കുലത്തിൽ ജനിച്ചവനാണ് എന്നൊക്കെയാണ് മനുഷ്യന്റെ ഉള്ളിലുള്ള വ്യാമോഹം. ഇങ്ങനെ അഹങ്കരിച്ച് മതിമറന്ന് ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ഇങ്ങനെ ചിന്തിക്കുക. ഈ വക വിചാരങ്ങൾ, ജാതി മത ചിന്തകൾ, അഹങ്കാരത്തിന്റെ പല പ്രകടനങ്ങളും പല പ്രാവശ്യം മനുഷ്യരുടെ ഉള്ളിൽ വരുന്നു. അങ്ങനെ അതൊക്കെ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കവേ ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ, അങ്ങനെ അഭിമാനിച്ച് അഹങ്കരിച്ച് കഴിയവേ തന്നെ മരണം പെട്ടെന്ന് കടന്നു വരുന്നു. അറിയുന്നില്ല. ഈ മരിച്ചുപോയവരാരും തന്നെ തങ്ങൾ മരിച്ചു പോകാൻ പോകുന്നു എന്നുള്ള സത്യം അറിയാതെയാണ് ഇവിടുന്ന് യാത്രയായിട്ടുള്ളത്. ചിലരൊക്കെ പറയും, എനിക്ക് അധികം ആയുസില്ല, മാറാവ്യാധിയാണ് എൻ്റെ ശരീരത്തിലുള്ളത്, ഞാൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ളവർ വളരെ കാലം ജീവിച്ചിരിക്കുന്നതായിട്ടും കാണാറുണ്ട്. ഒരു വ്യാധിയും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നയാൾ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുന്നു. അപ്പോ ഈ മരണത്തിന് അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല. പറയാറില്ലേ, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. എവിടെ എപ്പോ കടന്നു വരണം എന്ന് ഈ കോമാളിയായ മരണത്തിനറിയില്ല. ഇങ്ങനെ മനുഷ്യൻ ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പല പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ, അഹങ്കാരത്തിന് വശംവദനായി ജീവിക്കവേ തന്നെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. മരിച്ചു പോവും. മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ശരീരത്തെ ജന്തുക്കൾ ഭക്ഷിക്കും. നായ, കുറുനരി, ശവന്തീനി, കഴുകൻ, പരുന്ത് ഇവയൊക്കെ കൊത്തിത്തിന്നു എന്ന് വരാം. നമ്മൾ അതിനുള്ള സൗകര്യമൊന്നും കൊടുക്കാതെ അതിവിദഗ്ധമായി ചെതയിൽ വെച്ച് കത്തിച്ചു കളയുന്നു, അല്ലെങ്കിൽ പെട്ടിക്കകത്താക്കി കുഴിച്ചു മൂടുന്നു. അതുകൊണ്ട് ഈ പാവങ്ങൾക്ക് കൊത്തിവലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ മറ്റേതു ജീവിയുടെയും ശരീരത്തെ പോലെ, മൃതമായ ശരീരത്തെ പോലെ മനുഷ്യ ശരീരത്തെയും അവകൾ ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഭക്ഷിച്ചാൽ അവ മലമായി പുറത്തേക്ക് പോകും. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടന്ന ശരീരമാണ്. ഈ ശരീരത്തെ മാംസബുക്കുകളായ ജീവികൾ ഭക്ഷിച്ചിട്ട് കാഷ്ടിക്കുന്നു. വിസർജ്യത്തിലൂടെ അത് പുറത്തു പോകുന്നു. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് അത്യന്തം മലിനമായ വസ്തുവാണ്. അതിൽ മാലിന്യമില്ലാത്ത ഒന്നും തന്നെ ഇല്ല. ഇനി വേറെ എങ്ങനെയാവാം? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോയില്ലെങ്കിലോ? വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. കത്തിച്ചു കഴിഞ്ഞാൽ എന്താകും? വെന്തു വെണ്ണീറാകും, ചാമ്പലാകും. ആ ചാമ്പല് ആ ശ്മശാനത്തിനകത്ത് തന്നെ നിൽക്കുന്ന തെങ്ങിന്റെ തടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാഫലം കിട്ടും. ഇത്ര നശ്വരമാണ് ഏത് ജീവിയുടെയും ശരി. അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്ന് മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അടുത്തത് അതാണ്. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അപ്പോ ജന്തുക്കൾ ഭക്ഷിച്ച് കാക്ഷിച്ചു പോകാം. ചുടുകാട്ടിൽ കൊണ്ടുപോയി കത്തിച്ചാൽ അത് ചാമ്പലായി മാറും. ഇതൊന്നുമില്ലെങ്കിലോ മണ്ണിനു കീഴായി ഈ ശരീരത്തെ അങ്ങനെ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞളിയും. ആ ശരീരത്തിൽ പുഴുക്കൾ വരും. ആ കൃമികൾ ഭൂമിയുടെ അടിയിലേക്ക് ഊർന്നിറങ്ങും.
മനുഷ്യന്റെ ശരീരത്തിന്റെ ഗതിയാണേത്. മണ്ണിന് കീഴായി കൃമികളായി പോകില്ല. കൃമികളായി ആ ശവശരീരത്തിൽ കൃമികൾ വന്ന് അവ മണ്ണിന്റെ അടിയിലേക്ക് ഇഴഞ്ഞു പോകുകയും ആവാം. അതുകൊണ്ട് എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത്? ലക്ഷ്മണനെ നിമിത്തമാക്കി ശ്രീരാമചന്ദ്രൻ പറയുന്നതാണ്, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഈ ശരീരം കാരണമായിട്ടുള്ള മോഹം ഒരിക്കലും മനുഷ്യർക്ക് ചേർന്നതല്ല. അതവനെ കടുത്ത ദുഃഖത്തിലാഴ്ത്തും, അവനെ മോഹത്തിൽ കൊണ്ടുപോയി തള്ളിയിടും. ത്വങ്മാംസരക്താസ്ഥിവിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളതോന്നിതധ്രുവം. ത്വങ്മാംസരക്താസ്ഥിവിൺമൂത്രരേതസാം സമ്മേളനം. ഈ ശരീരം എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വകയ്ക്ക് കൊള്ളാത്ത സാധനങ്ങൾ മാത്രമേ ഏത് ശരീരത്തിലുമുള്ളൂ. സ്ത്രീ ശരീരത്തിലായാലും ശരി, പുരുഷ ശരീരത്തിലായാലും ശരി, ജന്തുക്കളുടെ ശരീരത്തിലായാലും പക്ഷികളുടെ ശരീരത്തിലായാലും ശരീരം എന്തോ ആയിക്കോട്ടെ, അതിൽ കൊള്ളാവുന്നതായിട്ട് ഒന്നും എടുക്കാനില്ല. എന്താണ് ശരീരം? വിശേഷിച്ച് മനുഷ്യ ശരീരത്തെയാണ് പറയുന്നത്. ത്വങ് മാംസ രക്ത അസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം. ത്വക്ക് തൊലി, മാംസം രക്തം, അസ്ഥി എല്ല്, വിട്ട് മലം, മൂത്രം രേതസ് വീര്യം. സന്താനോത്പാദനത്തിന് കാരണമായിരിക്കുന്ന പുരുഷ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ദ്രാവകമാണ് രേതസ്. ഇങ്ങനെ കുറെ മലിന പദാർത്ഥങ്ങളുടെ സമ്മേളനമാണ് ഏത് ശരീരവും. പഞ്ചഭൂതക നിർമ്മിതം. പാഞ്ചഭൗതികമാണ് ഏത് ശരീരവും. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങളുടെ സമാഹാരമാണ് ശരീരം. മായാമയമായി പരിണാമിയായോരോ കായം വികാരിയായുള്ളോന്നിതധ്രുവം. മായാമയമായി ഇല്ലാത്തതാണിത്, വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു, സദാ പരിണമിക്കുന്നതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ കായം, ശരീരം വികാരിയായുള്ളോന്നിതധ്രുവം. വികാരി എന്ന് പറഞ്ഞാൽ വികാരമുള്ളവൻ. വികാരം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന വികാരം എന്നല്ല, മാറ്റം. അതായത് താൻ മാറ്റമില്ലാത്ത തത്വമായ ബ്രഹ്മമാണ് എന്നറിയാതെ മനസ്സുമായി ചേർന്ന് നിന്നുകൊണ്ട് കാമിക്കുകയും കോപിക്കുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഈ വികാരിയായുള്ള ജീവൻ, ആ ജീവന് ഈ ശരീരം അധ്രുവമാണ്. ഇത് നിലനിൽക്കില്ല. ആ ജീവൻ തൻ്റേതെന്ന് എത്ര ലാളിച്ചാലും, ഇത് ഞാനാണ് എന്ന് എത്ര കണ്ട് അഭിമാനിച്ചാലും ഈ ശരീരം ഓരോ ജീവനും നഷ്ടമാകും. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികന്നറിയ നീ ലക്ഷ്മണ. ലക്ഷ്മണൻ വളരെ ക്രുദ്ധനായി, ഞാൻ ലോകത്തെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കും എന്റെ കയ്യിലുള്ള ദിവ്യാസ്ത്രങ്ങളാൽ. രാമനെ കാട്ടിലയക്കാൻ മാത്രം ധൈര്യം ഇവിടെ ആർക്കാണ്? രാമൻ കാട്ടിലേക്ക് പോകുന്നതിനെ അനുകൂലിക്കുന്ന ആരൊക്കെയുണ്ടോ, ഈ ലോകത്തിലുള്ളവർ മുഴുവൻ രാമനെ കാട്ടിലയക്കണം എന്ന് പറഞ്ഞാലും അവരെയൊക്കെ ഞാൻ എൻ്റെ അസ്ത്ര ശസ്ത്രങ്ങളാൽ നശിപ്പിക്കും എന്ന് കോപത്തോടുകൂടെ പറഞ്ഞു. ആര്? ഈ ലക്ഷ്മണൻ. അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ, ഞാൻ ദേഹമാണ്, ഇവിടെ മറ്റുള്ളവരും ദേഹമാണ് എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടുണ്ടായ ഒരു മോഹം, ഒരു മയക്കം, കാര്യങ്ങളെ വേണ്ടവണ്ണം വിലയിരുത്താത്തത് കൊണ്ടുണ്ടായ ഒരു ഭ്രമം. ആ ഭ്രമം കൊണ്ടാണ് ഹേ ലക്ഷ്മണ ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും. നീ ഒരു തീരുമാനമെടുത്തല്ലോ, എല്ലാറ്റിനെയും ഞാൻ ചുട്ടു ചാമ്പലാക്കും, എന്നാലും ഞാൻ എൻ്റെ രാമനെ കാട്ടിലേക്ക് അയക്കില്ല. ഇതൊക്കെ മോഹം കൊണ്ട് നീ ചെയ്തതാണ്. മനസ്സിൽ നീ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നിന്റെ അജ്ഞാനം കാരണമായിട്ടാണ്. തവ ജ്ഞാനമില്ലായികന്ന്, നിനക്ക് ജ്ഞാനമില്ല എന്നുള്ളതിനെ നീ തെളിയിച്ചു. എങ്ങനെ? എല്ലാരെയും കൊന്നു വീഴ്ത്തും ഞാൻ, എന്റെ ജ്യേഷ്ഠനെ ഈ അയോധ്യയിൽ തന്നെ നിർത്തി അദ്ദേഹത്തെ രാജാവാക്കും എന്നൊക്കെ നീ തീരുമാനിച്ചല്ലോ. അത് നിന്റെ ജ്ഞാനമില്ലായ്മയെ സൂചിപ്പിക്കുന്നു ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം
രോഷേണ വന്നു ഭവിക്കുന്നു. സകല ദോഷങ്ങളും ദേഹത്തിൽ അഭിമാനമുള്ളവർക്കാണ് ഉണ്ടാവുന്നത്. അതും കോപം എന്ന വികാരത്തിന് അവർ അടിമയാകുമ്പോഴാണ് ഈ ദോഷങ്ങളൊക്കെയും. അരുതാത്തത് ചെയ്യുന്നത് മനുഷ്യൻ ക്രോധത്തിന് വശപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ഈ കോപം ഒരു തരത്തിലും ശ്ലാഘ്യമല്ല, അതിനെ വർജിക്കുക തന്നെ വേണം. രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ഈ സത്യം ലക്ഷ്മണ നീ മനസ്സിലാക്കണം. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക്, ഞാൻ ശരീരമാണ് എന്ന ഒരു ഉറച്ച തീരുമാനം മനുഷ്യർക്കുണ്ടാവുന്നു. അതിനെയാണ് മോഹം എന്ന് പറയുന്നത്. മോഹമാതാവാം അവിദ്യയാകുന്നതും. ഈ മോഹത്തിന്, ഈ ഒരു ഭ്രമത്തിന് കാരണം മോഹത്തിന്റെ അമ്മയായ അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്നുള്ള ജ്ഞാനം ഇല്ലാത്ത അവസ്ഥ. അതിനെയാണ് അവിദ്യ. ആ അവിദ്യ കാരണമായിട്ടാണ് മോഹമുണ്ടാവുന്നത്. ആ മോഹം എന്ന് പറയുന്നത് ഞാൻ ശരീരമാണ്, എൻ്റെ നിലനിൽപ്പ് ദേഹത്തെ ആശ്രയിച്ചാണ്, ശരീരം ഇല്ലാതായാൽ ഞാൻ ഇല്ലാതാകും തുടങ്ങിയ വിചാരങ്ങളാണ് മോഹം എന്ന് പറയുന്നത്. ആ മോഹത്തിന് കാരണം അവിദ്യയാണ്. താൻ വാസ്തവത്തിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ മോഹത്തിന് വശംവദരായിത്തീരുന്നത്. ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വായിക്കാം.